കൂടുതൽ മികച്ച സർക്കാർ സ്കൂളുകളാക്കി മാറ്റുക, കൂടുതൽ സ്മാർട്ട് സ്കൂളുകളാക്കി മാറ്റുക, കൂടുതൽ വിദ്യാർത്ഥികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരിക തന്നെയായിരിക്കില്ലേ പ്രഥമ ലക്ഷ്യം? തീർച്ചയായും നമ്മളെ പൊതുവിദ്യാഭ്യാസത്തെ ശാക്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അത് ഏറെക്കുറെ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ നമ്മുടെ സർക്കാർ സ്കൂളുകൾ സ്വകാര്യ വിദ്യാലയങ്ങളെ വെല്ലുന്ന വിധത്തിൽ ഡിജിറ്റൽ ക്ലാസ് റൂമും കുട്ടികൾക്ക് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ മുമ്പുണ്ടായിരുന്ന പോലത്തെ ക്ലാസ് റൂമുകളൊന്നും അല്ല ഇന്നുള്ളത്. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. കഴിഞ്ഞൊരു 3 പതിറ്റാണ്ടായിട്ടുള്ള പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നപ്പോൾ ഈ സ്കൂളുകളുടെയൊക്കെ ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വന്നു. അപ്പോൾ അവരതിന് ഫണ്ട് വെക്കാനും കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും തുടങ്ങി. അതുപോലെ തന്നെ MLA-മാർ MP അവർക്ക് അവരുടെ ഫണ്ട് വെക്കാം. MLA ഫണ്ടിലും MP ഫണ്ടിലൊക്കെ ബസ് കിട്ടാത്ത സ്കൂളുകൾ, സർക്കാർ സ്കൂളുകൾ ചുരുക്കമായിരിക്കും. അതെ, അങ്ങനെയുള്ളൊരു മാറ്റം. പിന്നെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അതിൽ ചില ഫോക്കസ് ആയിട്ട് ചില കാര്യങ്ങൾ നടന്നു. വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പോലുള്ള പരിപാടികൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറേ കെട്ടിടങ്ങളും ഭൗതിക സാഹചര്യങ്ങളും ശക്തിപ്പെട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് ഇനിയും ആവശ്യമുള്ള മേഖലകളിലേക്ക് ഒരു മണ്ഡലത്തിൽ ചിലപ്പോൾ 4-5 സ്കൂളുകൾക്ക് അത് കിട്ടിയിട്ടുണ്ടാകാം, അത് കിട്ടാത്തവരും ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ തിരഞ്ഞ് നമ്മൾ കണ്ടെത്തി എല്ലാ ഭാഗവും എല്ലാ പ്രദേശങ്ങളും ഈ കാര്യത്തിൽ കേവലം ഇൻഫ്രാസ്ട്രക്ചർ മാത്രമായിരിക്കില്ല, മികവിന്റെ കേന്ദ്രങ്ങളാക്കി സ്കൂളുകളെ ഉയർത്തുക എന്നതായിരിക്കും ലക്ഷ്യം അല്ലേ? മികവിന്റെ കേന്ദ്രങ്ങൾ, സെന്റർ ഫോർ എക്സലൻസ്. തീർച്ചയായും നമ്മൾ ഒരു നല്ല സൗകര്യങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് കുട്ടികളുടെ കാലിബർ വർദ്ധിപ്പിക്കാനും വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും നല്ല സൗകര്യങ്ങൾ ഉണ്ടാകുക എന്നുള്ളതും ഒരു ഘടകമാണ്. അപ്പോൾ സൗകര്യങ്ങളുടെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഏറെക്കുറെ നേടിക്കഴിഞ്ഞു. ഇനി അവരുടെ കർമ്മശേഷി വർദ്ധിപ്പിക്കുക, അതിനുള്ള ട്രെയിനിങ്ങുകൾ, കോച്ചിങ്ങുകൾ, അങ്ങനെയുള്ള ആസൂത്രിതമായ പദ്ധതികളൊക്കെയാണ് നമുക്ക് ഇനി അവർക്ക് കൊടുക്കേണ്ടത്.